ഹലോ ഗായ്സ്, വെൽക്കം ടു ഡബിൾ ബാരൽ. ആഫ്റ്റർ ലോങ് ടൈം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബൺ മസ്ക. ഞങ്ങൾക്ക് പുതിയ ഷെഫുണ്ട്. മിസ്റ്റർ ന്യൂ ഷെഫ് അശ്വിൻ അജിത് പിള്ളൈ. ഇതിൻ്റെ തുടക്കം എടുക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ, വിട്ടുപോയി. ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ഒരു വ്ളോഗ് ചെയ്തേക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കുറേ നാളായല്ലോ ഒരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങളുടെ പുതിയ ഷെഫാണ്, അടിപൊളിയായിട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. എങ്ങനാകും എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എൻ്റെ നമ്മൾ ആദ്യം ബട്ടർ കശക്കി അരച്ചതുകൊണ്ട് ഈ ഒരു പരുവത്തിലാക്കണം. ബാക്കിയൊന്നും നീ പറഞ്ഞു കേട്ടോ. എന്നിട്ട് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ എനിക്ക് ഇച്ചിരി നല്ലോണം ഇട്ടാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഷുഗർ ഇല്ല. ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ എന്നാൽ ഓക്കെ. അപ്പോൾ ഇതെല്ലാം രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പയ്യൻ വേറെ ലെവലാട്ടോ ഷെഫ്. ഞാനിവിടെ പറഞ്ഞതാ നീ ഈ പരിപാടിയൊക്കെ വിട്ടിട്ട് ഷെഫ് അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം നോക്കാൻ. കാരണം അവനൊരു ഭാവി ഉള്ളതായിട്ട് എനിക്ക് പുതിയതുണ്ട്. കണ്ടോ, ഞങ്ങളിവിടെ ഭയങ്കര പണിയില്ല. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു, ഒരാൾ എന്തൊക്കെയോ വായിക്കുന്നു. ഞങ്ങൾ എന്തായാലും മാത്രം ഇപ്പോൾ തിന്നായിട്ട് രണ്ടെണ്ണം വരും. ഇനി കുറച്ച് വാനില എസൻസ് അല്ലേ. ഇപ്പോൾ ഡിപ്രഷനിലാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഡിപ്രഷനിലാണ്. ഇതിൻ്റെ കാശ് പോലെ ഓർത്തേ ചേട്ടാ ചേട്ടൻ ഞാൻ മയക്കാറ് ചേട്ടൻ കുറച്ച് സംസാരിക്കാമോ? എല്ലാ നാക്കിട്ടടിക്കാൻ ഭയങ്കര മിടുക്കാണല്ലോ. ഞങ്ങളുടെ ചെറുക്കനൊക്കെ ഉണ്ടോ? അല്ല, ഞാൻ എന്താ പട്ടിപ്പണി ചെയ്യാറുണ്ട്. കൊതി ഗായ്സ്. നിങ്ങളൊരു കാര്യം ഉള്ളത് പറ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇവിടെ ഒരു മിൽക്ക് മെയ്ഡ് ഉണ്ടായിട്ട് ചേട്ടൻ്റെ കൊതി മൂത്ത് ചേട്ടൻ മിൽക്ക് മെയ്ഡ് ഒറ്റയ്ക്ക് ഇരുന്ന് നക്കിയ ഒരു വ്യക്തിയാണ് ചേട്ടൻ. എന്താ മിൽക്ക് മെയ്ഡോ? നീ നല്ലോണം ആഡ് ചെയ്തു. എനിക്ക് മധുരം ഒരു വിഷയമില്ല. അത് വേണം. ചേട്ടാ മസ്ക ബൺ അല്ല, അഥവാ ബൺ മസ്ക എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ബട്ടർ അതിൽ ആഡ് ചെയ്യുന്നു. കറക്റ്റ് കയ്യാ. നീ ഇത് കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ബൺ മസ്കയാണോ? ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു. ഉച്ചക്കല്ല, വൈകുന്നേരം വാങ്ങിച്ചോണ്ട് വന്നു. ഞങ്ങൾ ഷൂട്ടിലല്ലായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യാണ്ടിരുന്നപ്പം ഇവനെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഏതാ പറ ഗൈസ്. ഞാൻ പിച്ചാത്തി എടുക്കാൻ പോവാം. യൂട്യൂബിലെ ഗൈഡ് ലൈൻസിലെല്ലാം എതിരായിട്ട് വരും ഈ പിച്ചാത്തി സംഭവങ്ങളൊക്കെ കാണിക്കണം. എന്നാലും കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബണ്ണ് മുറിക്കുക. ഗൈസ്, നമ്മളുടെ പുതിയ 1ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പരിചയപ്പെടണം. അച്ഛൻ പറയാനുണ്ടോ? കണ്ടിട്ട് നീ തിന്നാൻ തോന്നും. എനിക്ക് ചൂടൊന്നും നോക്കണ്ട, എനിക്കിപ്പോൾ തിന്നാൻ തോന്നും. ഇവിടെ ബൺ മസ്ക മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ള, ഞങ്ങളുടെ തിരുവല്ലയിൽ മിൽക്കി ബണ്ണും അവൈലബിൾ ആണ്. അതൊരു പുതിയ ട്രെൻഡിങ്. ഞാൻ ഫസ്റ്റ് ഗൈസ്. അശ്വിൻ്റെ വിലയേറിയ അഭ്യർത്ഥന പ്രകാരം അടിപൊളിയാണോ? നീ അഞ്ചാണ്ടോ ഒപ്പിയാണ് എനിക്ക് കേൾക്കണ്ടേ. കൊള്ളാലോ. നല്ലതാ മണി. എങ്ങോട്ടെന്ന് പറയണേ. നിന്നെ ഞാൻ എടുത്ത് നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ.
അപ്പോൾ ഗൈസ് കഴിക്കോ പിന്നെ നിങ്ങളെ ബോഡി എല്ലാരും കണ്ട് കൊള്ളാടാ നീ വഴിയരികിൽ ഒരു കടയിട്ടിട്ട് ഇരുന്നു ലാഭം ഉണ്ടാക്കാം. നമുക്ക് ഫ്രൈഡോ ട്രൈ ചെയ്യാം. ഫ്രൈഡോ? ആ ഗൈസ്, നമ്മുടെ പുതിയ ഷെഫായിട്ടുള്ള അശ്വിൻ ഒന്ന് മിണ്ടായിരുന്നേ ഗൈസ്, ഒന്ന് മിണ്ടായിരുന്നേ. നമ്മുടെ പുതിയ ഷെഫായിട്ടുള്ള അശ്വിൻ പുതിയ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യാൻ പോവാം. സോറി, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് വെറും ബൺ മസ്ക മാത്രമാണ്. പക്ഷേ നമ്മുടെ അശ്വിൻ പുതിയ ഷെഫായിട്ടുള്ള അശ്വിൻ പിള്ളേ പുതിയൊരു എന്താ അത് ഫ്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ നോക്കാം. ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിരിക്കണം. ഇതെന്താ കാണിക്കുന്നത്? ബട്ടർ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളിത് ഉണ്ടാക്കാൻ നേരം സാൾട്ടഡ് ബട്ടർ ഒരിക്കലും ഉപയോഗിക്കരുത് അല്ലേ ശനെ? അപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ കടയിൽ കിട്ടും. എല്ലാവരും അത് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചേട്ടാ ബണ്ണ് എടുത്തിട്ട് വന്നേട്ടാ, എന്തെങ്കിലും ചുമ്മാ നിൽക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ നിങ്ങളെല്ലാം ചെയ്യാനായിട്ട് നോക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ ബട്ടറാണ് പെട്ടെന്ന് കരി. എനിക്ക് തോന്നുന്നത് ഫ്രൈഡിനെക്കാട്ടും ബെറ്റർ അല്ലാതെ കഴിക്കുന്നത് തന്നെ ആയിരിക്കും. ദൈവമേ, എൻ്റെ ഈ സംസാരത്തിന് റോള് വരും. നാഴേക്ക് 40 വട്ടം മിണ്ടുന്ന ചേട്ടൻ ഇപ്പോൾ വേണ്ട എൻ്റെ പുച്ച മടക്കി നോക്കി നിൽക്കുന്നു. എനിക്കിതാ വേണ്ട, ചേട്ടനെ ഇങ്ങനെ കാണുന്നതായിരിക്കും. ചേട്ടൻ്റെ ഗായ്സ്, നിങ്ങൾ ഈ വ്യക്തിയെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പോകുന്ന വ്യക്തിയുടെ കഴുത്തിന് ചുറ്റിനും അല്ലെങ്കിൽ കഴുത്ത് ഈ നെഞ്ച് നിറച്ച് നാക്കാണ്. കണ്ട ഒരു ഫ്രൈഡ് ബൺ മസ്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ചൂടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അയ്യാ കൈകൊടി. കൊതിയുടെ മുന്നിൽ നോ ചൂട്. ഇത് ഫ്രൈഡ് ആണ്. ഞാൻ തിന്ന് നോക്കട്ടെ. ഇതാ ഫസ്റ്റ് തന്നെ ബെറ്റർ. നിങ്ങൾ എല്ലാവരും ഫ്രൈഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ ആദ്യത്തെ തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൈ ചെയ്യുവാണെങ്കിൽ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇത് പക്ഷെ എന്താ നല്ല ടേസ്റ്റ് ഉണ്ട്. നീ കഴിക്കടാ. അല്ല നീ കഴി. അത് മതിയെങ്കിൽ പകുതി എനിക്ക് തന്നു, ഞാൻ കഴിച്ചോളാം. അതെ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കണം. പിന്നെ അശ്വിൻ്റെ ഈ കുക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ഷെഫ് അശ്വിൻ കമൻറ്റ് ചെയ്യുക. ഷെഫ് അശ്വിൻ അടിപൊളി കേട്ടോ. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മസ്കാബൺ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ ആ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളൊരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് വഴി, വിലയേറിയ കമൻറ്റുകൾ വഴി ഷെഫ് അശ്വിൻ കീജയ് എന്ന് നിങ്ങൾ കമൻറ്റ് ഇട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരെ വി ആർ ഡബിൾ ബാരൽ സൈനിങ് ഓഫ്. ബൈ ബൈ.